ഇനി കേരള CPIM സമം പിണറായി എന്ന് ഒരു അർത്ഥശങ്കയുമില്ലാതെ വിളിക്കാം. പിണറായി വിജയൻ എന്ന നേതാവും വ്യക്തിയും അത്രമേൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ സമ്മേളനമായിരുന്നു കൊല്ലത്ത് കൊടിയിറങ്ങിയത്. കുടുംബത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ടുതന്നെ പിണറായി വിജയനെതിരെ ആസൂത്രിത നീക്കമുണ്ടാകുമെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ PV അൻവറിനെ മുന്നണിക്ക് പുറത്തേക്ക് തള്ളിയ പിണറായി പാർട്ടിയിലെ അൻവറിന്റെ പിന്തുണക്കാർക്ക് ശക്തമായ സന്ദേശമാണ് നൽകിയത്. അതോടെ സമ്മേളനങ്ങൾ വീണ്ടും പിണറായിയുടെ വഴിക്ക് വന്നു. പാർട്ടിയും സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുചർച്ചയിലും പിണറായിക്കെതിരെ ഒരു എതിർ ശബ്ദം പോലും ഉയർന്നില്ലെന്ന് മാത്രമല്ല, പുകഴ്ത്തലായിരുന്നു കേട്ടത്. എന്നാൽ പിണറായിക്ക് കിട്ടിയ ഈ ആനുകൂല്യം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ലഭിച്ചില്ല. സംസ്ഥാന സെക്രട്ടറിയെ പ്രതിനിധികൾ നിർത്തിപ്പൊരിച്ചു. മന്ത്രിമാർക്കെതിരെ വിമർശനം വന്നപ്പോഴും പിണറായി അതിനെല്ലാം അതീതനായി നിൽക്കുന്നതിനും കൊല്ലം സമ്മേളനം സാക്ഷ്യം വഹിച്ചു. നയരേഖയിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാനും വികസന പദ്ധതികളിൽ നിന്ന് സെസ് പിരിക്കാനുള്ള നയമാറ്റത്തിനും മുഖ്യമന്ത്രിക്കും സർക്കാരിനും സമ്മേളനം അനുമതി നൽകി. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തം: 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിണറായി തന്നെ പാർട്ടിയെയും മുന്നണിയെയും നയിക്കും. അദ്ദേഹം ആഗ്രഹിക്കുമ്പോഴല്ലാതെ ഒരു മാറ്റത്തിനും ആർക്കും കഴിയില്ലെന്ന് കൂടി ഉറപ്പിച്ചാണ് കൊല്ലം സമ്മേളനം സമാപിച്ചത്.